മൂന്നാർ എക്കോ പോയിന്റിലെ കടകൾ തകർത്ത പടയപ്പ. നമ്മുടെ കാട്ടാനയാണ് കഥാപാത്രം. ഇന്നലെ രാത്രിയാണ് പ്രദേശത്ത് ഈ പടയപ്പ ഇറങ്ങിയത്. കഴിഞ്ഞ ദിവസം മൂന്നാർ പിരിയവര പുതുക്കാട് മേഖലയിൽ ഈ കാട്ടാന കൃഷിയൊക്കെ നശിപ്പിച്ചിരുന്നു. വിഷ്ണു സുരേഷ് ടെലിഫോണിൽ ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. വിഷ്ണു, പടയപ്പ ടൗണിലേക്ക് ഇറങ്ങി നിൽക്കുകയാണല്ലോ, അവൻ ആള് വിലസുകയാണല്ലോ, പറയൂ. എസ്കെൻ കഴിഞ്ഞ 4 ദിവസമായി പടയപ്പ ഈ ടൗൺ മേഖലകൾ കേന്ദ്രീകരിച്ച് ഇങ്ങനെ വിലസിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാവിലെ എക്കോ പോയിന്റിലേക്ക് എത്തി രാവിലെ കടകൾ തകർത്തിരുന്നു. 2 കടകളാണ് തകർത്തത്. അതിനുശേഷം തിരികെ കാട്ടിലേക്ക് കയറി പോവുകയും ചെയ്തു. പിന്നീട് വൈകിട്ട് വിനോദസഞ്ചാരികളെല്ലാം റോഡിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് വീണ്ടും വൈകിട്ടോടുകൂടി ഈ മേഖലയിലേക്ക് എത്തി വീണ്ടും കടകൾ തകർത്തത്. ഇങ്ങനെ തുടർച്ചയായി 4-ാം ദിവസമാണ് ഇത്തരത്തിൽ ജനവാസ മേഖലയിലേക്ക് പടയപ്പ ഇറങ്ങുന്നത്. ഒരു ആശങ്ക സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച അവിടെ ഒരു റേഷൻ കട തകർത്തിരുന്നു. അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോറിക്ഷ അടിച്ചു തകർക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ പടയപ്പ ഈ മൂന്നാറ് മേഖലകൾ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ആഴ്ചകളിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയെടുക്കാനോ അല്ലെങ്കിൽ ഈ നാശനഷ്ടം സംഭവിച്ച ആളുകൾക്ക് നഷ്ടപരിഹാരം നൽകാനോ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായി അവിടെ നിൽക്കുന്നു. ഒരു പക്ഷേ ഒരു പ്രതിഷേധത്തിന് ഉൾപ്പെടെ അവിടെ നിലവിൽ സാധ്യതയുണ്ട്. എന്തായാലും പടയപ്പ നിലവിൽ ഇന്നലത്തെ ആക്രമണത്തിന് ശേഷം കാട്ടിലേക്ക് തിരികെ പോയിട്ടുണ്ട്. പക്ഷേ ഏത് നിമിഷവും തിരികെ എത്താം എന്നുള്ളൊരു ആശങ്ക ഈ മൂന്നാർ മേഖലയിൽ, പ്രത്യേകിച്ച് ഈ ഇക്കോ പോയിന്റ് ഭാഗത്തെ കടകളിലുള്ള വ്യാപാരികൾക്കുണ്ട്. അവരുടെ വലിയ നാശനഷ്ടം ഉണ്ടാകുന്നു എന്നൊരു പരാതിയായി അവർ തന്നെ ഉന്നയിക്കുന്നുണ്ട്. വനംവകുപ്പ് ഇടപെടണം എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. SK ടെലിഫോണിൽ ചേർന്നത്. പടയപ്പ മൂന്നാർ ടൗണിലും പരിസര പ്രദേശങ്ങളിലും വിലസുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പടയപ്പയെ സാധാരണ ടൂറിസ്റ്റൊക്കെ ആയി വരുന്ന ആൾക്കാരൊക്കെ ചിലർ ശല്യമൊക്കെ പെടുന്നുണ്ടായിരുന്നു. പക്ഷേ പടയപ്പയ്ക്ക് ഒരു പേടിയില്ല. ഒരു പരിധിവരെ അവിടുത്തെ ജനങ്ങൾക്ക് ഇപ്പോൾ ഈ ആനയെ പേടിയില്ലാതായിട്ടുണ്ട്. എന്നാലും ഇത് കാട്ടാനയാണ് എന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്.